കടം വീട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്തരം വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഉത്തരം പണം എന്നായിരിക്കും അല്ലേ? അല്ല, പണമല്ല വേണ്ടത് കടം വീട്ടണമെങ്കിൽ. പിന്നെ എന്തായിരിക്കും? നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ലോ ഓഫ് അട്രാക്ഷനാണ്. അതായത് ഭൂരിഭാഗം വ്യക്തികളും ചോദിക്കാറുണ്ട്, കടം അത് എത്ര വീട്ടിയിട്ടും തീർന്നേയില്ല, വീണ്ടും 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 വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ളത്? അതായത് എത്രമാത്രം കടം വീട്ടാൻ അവർ ശ്രമിക്കുന്നോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്രയൊക്കെ കഷ്ടപ്പെടുന്നോ, അതിനനുസരിച്ചിട്ട് കടം വർദ്ധിച്ചു വരുന്നതല്ലാതെ അതിന് യാതൊരു കുറവുമില്ല. ഇതാണ് പരാതി. ഇതിൻ്റെ പരിഹാരത്തെയാണ് വ്യക്തികൾ തേടുന്നത്. വളരെ കൃത്യമായിട്ട് പറയാം, ലോ ഓഫ് അട്രാക്ഷൻ അടിസ്ഥാനപരമായിട്ട് ഇതിനെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനെയാണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളത്. എന്തിനെയാണോ അന്വേഷിക്കുന്നത്, എന്തിനെയാണോ തേടുന്നത് എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ബോധപൂർവം അല്ലാതെയുമാകാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കടമെന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമാണ് അറിഞ്ഞോ അറിയാതെയോ ഈ വിധത്തിലുള്ള വ്യക്തികളുടെ മനസ്സിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു തന്നെ ആയിരിക്കും അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? കാരണം ഒന്ന്. രണ്ടാമത്തെ കാരണമെന്ന് പറയുമ്പോൾ കടം വീട്ടണമെന്ന് നിരന്തരം ആഗ്രഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ അത്തരം ചിന്തകൾ തന്നെ നിരന്തരം കടന്നുപോയിക്കൊണ്ടേയിരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? കടം വീട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്തരം വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഉത്തരം പണം എന്നായിരിക്കും അല്ലേ? അല്ല, പണമല്ല വേണ്ടത് കടം വീട്ടണമെങ്കിൽ. പിന്നെ എന്തായിരിക്കും? ആകെ കൂടി ആശയക്കുഴപ്പമായല്ലോ അല്ലേ? കടം വീട്ടണമെങ്കിൽ വേണ്ടത് കടമാണ് അല്ലേ? കടമുണ്ടെങ്കിലല്ലേ കടം വീട്ടാൻ സാധിക്കൂ. അപ്പോൾ കടം വീട്ടണമെന്നുള്ള ചിന്ത മനസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് വാസ്തവത്തിൽ അതേ സാഹചര്യത്തെ ബോധപൂർവമോ അല്ലാതെയോ സ്വയം ആകർഷിക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പിന്നെയോ ചിന്തിക്കേണ്ട കാര്യം, എങ്ങനെയാണ് എനിക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് കുറച്ച് പണം സമ്പാദിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. എനിക്കറിയാം വീണ്ടും ആശയക്കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാകും. കാരണം ഒരുപാട് കടത്തിലൂടെയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പലിശ തുടങ്ങിയ അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ സമ്പാദിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും? കാരണം സമ്പാദിക്കുന്ന സമയത്ത് ആ പൈസ കൂടി കടം വീട്ടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അത്രയും നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ സദാസമയവും കടം വീട്ടുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അത് തന്നെയായിരിക്കും. എന്നാൽ അതിനൊക്കെ നിങ്ങൾ ശ്രമിച്ചോളൂ, പണം ചിലവാക്കിക്കോളൂ, കടം വീട്ടിക്കോളൂ. പക്ഷെ നിങ്ങളുടെ ചിന്ത കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കേണ്ടത് സമ്പാദിക്കുന്ന ഒരേ ഒരു കാര്യത്തിനെക്കുറിച്ച് മാത്രമായിരിക്കണം. അതായത് എനിക്ക് ഈ ആഴ്ചയിൽ എത്ര രൂപ സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഈ മാസത്തിൽ എത്ര രൂപ സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കും. ഇത് തന്നെ ആയിരിക്കണം, ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. അത് ഒരുപക്ഷെ ഒരു ചെറിയ തുകയായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് മാത്രമായിരിക്കണം. എനിക്ക് ഈ മാസം എത്രമാത്രം സമ്പാദിക്കാൻ സാധിക്കും, അതായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അതൊരു പക്ഷേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെയാകാം, അല്ലെങ്കിൽ ഒരു ചുട്ടിയിലോ മറ്റോ നിക്ഷേപിക്കുന്നതിലൂടെയാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ക്യാഷ് ബോക്സിലോ മറ്റോ എടുത്തു വയ്ക്കുന്നതിലും ആകാം. എന്തു തന്നെയായാലും ശരി, എനിക്ക് ഈ മാസം അല്ലെങ്കിൽ ഈ ദിവസം ഈ ആഴ്ച എത്ര സമ്പാദിക്കാൻ സാധിക്കും, ഇത് തന്നെയായിരിക്കണം, ഇതിലേക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഉറപ്പായും നിങ്ങളുടെ ശ്രദ്ധ സമ്പാദ്യമെന്നുള്ള സാധ്യതയിലേക്ക് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ഭാഗം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. മറ്റേ ഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ആ ഭാഗം പരിഹരിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ സമ്പാദ്യത്തിലേക്കാണ്. അപ്പോൾ സമ്പാദ്യം വർദ്ധിക്കണമെങ്കിലും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കടം പരിഹരിക്കണം. അത് സ്വാഭാവികമായ വിധത്തിൽ തന്നെ അവിടെ പരിഹരിക്കപ്പെടും. അതിന് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും സമ്പാദ്യത്തിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഉറപ്പായും ഇതൊന്ന് പരിശീലിക്കുക.
നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെ ആയാലും അതിൽ കൃത്യമായിട്ടുള്ള നല്ല പരിവർത്തനം സംഭവിക്കുക തന്നെ ചെയ്യും. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ലളിതവും ശക്തവുമായിട്ടുള്ള ടെക്നിക്കുകൾ കൂടുതൽ പഠിക്കണം, അറിയണം, ശാസ്ത്രീയമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പരിശീലിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പിലോ ഫോണിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. വീഡിയോകൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. വളരെ വ്യത്യസ്തമായ മറ്റൊരു അറിവിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.